ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് വലിയവനായ ദൈവത്തിന്റെ മുന്നാളെ മഹത്വം കരേറ്റുവാനും യഹോവ നല്ലവനാണ്, അവന്റെ ദൈവം കൂടെ പറയുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ അന്തരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വലിയവനായ ദൈവത്തിന് മഹത്വം കരേറ്റുവാനും ദൈവമേ പ്രകാരം ഞങ്ങൾക്ക് അവസരം ഒരുക്കിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തങ്ങളുടെ പരിമിതികളുടെ നടുവിലും പടനാടും ഒരു സഭ അനുഗ്രഹീതമായി മനോഹരമായി ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരായിരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും ദീർഘനാളുകൾ അവരതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കഴിവിന്റെ പരമാവധി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ അനന്തരഫലമായി പ്രകാരം മനോഹരമായ ഒരാലയം ചമയ്ക്കുവാനും ഇന്ന് കർത്താവേ സന്ധ്യയിലെത്തിയ പ്രസിഡന്റിന്റെ പ്രാർത്ഥനയോട് കർത്താവേ ഞങ്ങൾക്ക് ഈ ആലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങൾ ഇതിനകത്തേക്ക് കടക്കുന്നതിനു മുൻപ് തേജോമയനായ ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം ഈ ആലയത്തിനുള്ളിലേക്ക് കടന്നതുകൊണ്ട് അതിന്റെ നിറവാത്മ സാന്നിധ്യത്തിന്റെ നിറവ് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് അവസരം നൽകുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. തുടർന്നുള്ള നാടുകളിൽ ആ സാന്നിധ്യത്തിന്റെ ശക്തി ഇവിടെ അനുഭവപ്പെടുവാൻ, തുടർന്നുള്ള നാടുകളിൽ ആ സാന്നിധ്യത്തിന്റെ തണലും ആ സാന്നിധ്യത്തിന്റെ സംരക്ഷണവും ഇവിടെ കടന്നു വരുന്ന ജനം അനുഭവിക്കുവാൻ സ്വർഗമിടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ ദൈവമിടയാക്കണം. ഇവിടെ കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ ആത്മസാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവമിടയാക്കണം. സദാകാലവും കർത്താവിന്റെ വരവ് വരെ ഇന്നിവിടെ നിറയപ്പെടുന്ന ആ ദൈവ സാന്നിധ്യം സമാധാന കൂടാരത്തിൽ ഇറങ്ങി വന്നതുപോലെ, ആലയത്തിൽ ഇറങ്ങി വന്നതുപോലെ മാറാത്ത ദൈവ സാന്നിധ്യം ഇവിടെ കടന്നു വരുന്നവർ അനുഭവിക്കുവാൻ ദൈവമിടയാക്കണം. തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 പ്രാവശ്യം കർത്താവിനെ മകനോട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരൊപ്പം മുമ്പോട്ട് കയറിയിരിക്കും. സഹോദരന്മാർ മുൻപോട്ടൊന്ന് കയറിയിരുന്നാൽ അവരുടെ സ്ഥലം സഹോദരന്മാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുക്കണം. എല്ലാം പഠിപ്പിക്കും. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവ് നൽകുന്ന അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സമയം വളരെ മുൻപിൽ പോയി. അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് പ്രോഗ്രാമുകൾ ചെയ്ത് അവസാനിപ്പിക്കുവാൻ കർത്തൃസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. പ്രാരംഭത്തിൽ
ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ്, അഥവാ ഒരു 17 വർഷത്തിന് അധികം ആയി ഞങ്ങൾ ഈ ദേശത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട FGC പ്രസിഡന്റും ഗവേണിംഗ് ബോഡിയുടെയും തീരുമാനപ്രകാരം 17 വർഷങ്ങൾക്ക് മുമ്പ് മരുതൂർ FGC സഭയിൽ നിന്ന് പടതാരമുള്ള സഭയിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ വന്നു. ഞങ്ങളിവിടെ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഈ ദേശത്ത് വരുമ്പോൾ അടിസ്ഥാനപരമായി യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യം, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കർത്താവ് ഉത്തരവാദിച്ച ഒരു പിതാവ് ഭഗരാജ് അവർകൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അന്ന് ഒരു ചെറിയ ടോയ്ലറ്റൊക്കെ പണിത് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. സഭാംഗങ്ങളെ സംബന്ധിച്ചോളം വളരെ വളരെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. തറയെല്ലാം പൊട്ടിപ്പോയി, ചുവരുകളെല്ലാം പൊളിഞ്ഞ്. എന്നാൽ ചില വർഷങ്ങളൊക്കെ അത് മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം എനിക്ക് ഒരു ദർശനം തന്നു. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ആലയം പണിയണം എന്നുള്ളൊരു വാഞ്ചയും താല്പര്യവും ഉള്ളിലുണ്ടായി. അത് പറയുമ്പോൾ തന്നെ യാതൊരു സാധ്യതയും മുൻപിലില്ല. ഈ ദേശത്തിൻ്റെതായ സാഹചര്യം അങ്ങനെ, സഭയുടേതായ അവസ്ഥകൾ നോക്കുമ്പോൾ വിശ്വാസ കുടുംബങ്ങളൊക്കെ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന സാഹചര്യം, യാതൊരു നിലയിലും ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം തന്ന കാഴ്ചപ്പാട്, ദർശനം സഭയോട് പറഞ്ഞ് നമുക്കൊരു ആലയം പണിയണം. അനകാര്യങ്ങൾ പറഞ്ഞ് സഭയെ ബോധ്യപ്പെടുത്തി. ഏകദേശം ഒരു 10 വർഷത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വിധത്തിലും അത് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല അന്നത്തെ സാഹചര്യം. എങ്കിലും 10 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു, സഭയെ ഉത്സാഹിപ്പിച്ചു. ഞങ്ങൾ പുറത്ത് നിന്ന് ആരോടും അതിനുവേണ്ടി കാശ് ചോദിക്കുകയോ കളക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പ്രാർത്ഥനയുടെ ഫലമായിട്ട് സഭാകളുടെ പണിയണം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങളായാലും ചില സഹോദരന്മാർ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പക്ഷേ ആലയം പണിയണം. ശരി പാസ് പറയുന്നപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ സാധാരണമായിട്ടൊരു ആലയം പണിയുകയാണെങ്കിൽ നമുക്ക് ആലയം വേണ്ട. മുൻപ് 2-3 സ്റ്റെപ്പായിട്ട് ഇവിടെ ആലയം പണിതിട്ടുണ്ട്. ഇനി ആലയം പണിയുകയാണെങ്കിൽ ടീച്ചർ കൂടെ നോക്കി തലമുറയായി ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ നല്ലൊരു ആലയം വേണം, അല്ലാതെ ഒരു ആലയം പണി ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അവർ സ്കൂളുകളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരുടെ ആ വാക്കുകൾ എനിക്ക് ഊർജം പകർന്നു. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവപണിപ്പടിയായി ഞങ്ങളുടെ കുടുംബങ്ങളെ, വിശ്വാസ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും ഇന്ന് വിദേശത്ത് വേണ്ടവരുണ്ട്, ജോലിയിൽ പല സ്ഥലങ്ങളിൽ നിന്നിരിക്കും. സ്തോത്രം. ഇന്ന് അവർക്കൊന്നും കുടുംബമായിട്ട് ഇന്നിവിടെ വന്നു ചേരാൻ കഴിഞ്ഞിട്ട് ലീവ് കിട്ടാത്തതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ യൗവനക്കാരുടെയൊക്കെ താല്പര്യപ്രകാരം ദൈവം തന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ കൊറോണ സമയത്താണ് ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം അതത് സമയം ഞങ്ങളെ പ്രസിഡന്റിനെ അറിയിക്കുകയും പ്രസിഡന്റ് വരുമ്പോഴൊക്കെയും അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതിൻ്റെ പ്ലാൻസ് വെച്ച് കാര്യങ്ങളൊക്കെ വരച്ചു. അതിൻ്റെ മുൻപിൽ നിന്നത് എൻ്റെ മൂത്ത മോനും കൂടെയാണ്, പ്രസിഡന്റ് അറിയാം ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളെ പ്രസിഡന്റോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സാമ്പത്തികമായ വിഷയത്തിലാണ് വർഷങ്ങൾ നീണ്ടുപോയെങ്കിലും കൊറോണ സമയത്ത് ഞങ്ങൾ അതിൻ്റെ പണികൾ ആരംഭിച്ചു. ദൈവദാസന്മാരെ അറിയിച്ചു. അവരെല്ലാവരും കടന്നു വന്നു. ഇതിൻ്റെ അടിസ്ഥാന കല്ലിടുന്ന കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ മുന്നോട്ട് പോയി ഇതിൻ്റെ താഴത്ത് അവർ സ്ട്രക്ചർ മാത്രം പണിയാനാണ് ഞങ്ങൾക്ക് അന്ന് സാധിച്ചത്. അത് പണിയുമ്പോൾ തന്നെ വളരെയേറെ ഞെരുക്കത്തിലൂടെയും പ്രയാസത്തിലൂടെയുമാണ് ഞങ്ങൾ കടന്നുപോയത് എന്ന് പറയുമ്പോൾ ദേശത്തിൻ്റെ ഞാനതിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. വളരെയേറെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ചോളം അത് വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. ആ താഴത്തെ പണി നടക്കുമ്പോൾ എൻ്റെ വൈഫിന് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായി. സഡൻലി ഒരു ഓപ്പറേഷൻ സർജറി നടന്നു. അങ്ങനെ ഇച്ചിരി ഞെരുക്കത്തോടെ പോയി. മുകളിലത്തെ പ്രോപ്പ് വാർക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായ ഞെരുക്കത്തോടെ മുന്നോട്ട് പോയി. ഇങ്ങനെ കർത്താവ് നടത്തി തന്നു. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ടുള്ള പണി ചെയ്യണം. പക്ഷേ ഒരു രൂപ പോലും ഞങ്ങൾ ഫണ്ടിലില്ല, ഞങ്ങളുടെ പക്കൽ ആരുടെയും കാശില്ല. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലൊരു പ്രേരണ നൽകി നിരന്തരമായി ആലയത്തിൽ 1 മണിക്കൂർ
പ്രാർത്ഥന ക്രമീകരിക്കാൻ ഒരു പ്രേരണമുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂർ സഭയിൽ പ്രാർത്ഥന ആരംഭിച്ചു. അത് ഏകദേശം 2 വർഷത്തോളം, അഥവാ ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ടാണ് ആ പ്രാർത്ഥന ഇവിടെ താഴെയും ഇവിടെയും പണി നടത്തുകൊണ്ടത് സ്റ്റോക്കിൽ. അത് ഒരു പ്രാർത്ഥന നടന്നു. ഈ മോളത്തെ പണി ഞങ്ങളെ ജോലിക്ക് പോലുമില്ല. പക്ഷേ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവ് വഴികളെ തുറന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്. സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ ചിന്തിച്ചത് താഴത്തൊക്കെ പണിത് മുകളിൽ താഴെ ചെയ്തതുപോലെ ഒന്ന് മാർക്കെങ്കിലും വിട്ടിട്ട് ഇടണമെന്നുള്ള ആഗ്രഹത്തോട് ആരംഭിച്ചെങ്കിൽ ഇത്രയും പണികൾ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ഇടയ്ക്ക് പ്രസിഡന്റും ഫാമിലിയായിട്ട് അവർ വന്നു. അപ്പോൾ തന്നെ വിഷയമിട്ട കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് അറിയാമെങ്കിൽ അന്ന് വന്നു കണ്ടപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, നാണയപ്പണി അവിടെ നിൽക്കട്ടെ, ഇനി അത്യാവശ്യം അത് വിഷയം വീട് പണിയണം, എത്രയും വേഗം അത് പണിത് നിങ്ങളെ അത് പാർപ്പിക്കണം, അതിന് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസിഡന്റ് നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ പണി ആരംഭിച്ചു. സാമ്പത്തിക സഹായങ്ങൾ വളരെയേറെ സാമ്പത്തികം പ്രസിഡന്റ് കുടുംബവും ഞങ്ങൾക്ക് നൽകി. ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് അതുപോലെ തന്നെ 23-ാം തീയതിയാണ് ഈ ആലയത്തിൻ്റെ ഉദ്ഘാടനം ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വീണ്ടും പ്രസിഡന്റ് വിളിച്ചിട്ട് അത് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ തേച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസമില്ല. ഞാനത് പറഞ്ഞു, നാളെ ദിവസമില്ല, കാര്യം നടക്കത്തില്ല, കാരണമില്ല, എങ്ങനെയെങ്കിലും അത് ചെയ്യുന്നതായി ഭംഗി എന്ന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രമീകരിച്ച് ഇന്ന് ഈ ആലയം പ്രതിഷ്ഠിച്ച് ഓപ്പൺ ചെയ്യുവാൻ കർത്താവ് ക്രമ ചെയ്തു. ഈ രണ്ടാമത്തെ ഈ കാര്യങ്ങളൊക്കെ പണിയുമ്പോൾ ഞങ്ങളെ പ്രതീക്ഷിച്ച പ്രതിസന്ധി അല്ല ഞങ്ങൾ യൂട്യൂബ് വന്നത്. പക്ഷേ മുൻപിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ യജ്ഞത്തിലൂടെ കടന്നുകൊണ്ട് സാധിക്കുന്നു. വളരെ രോഗിയായിട്ട് എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ മാറി. പണി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ എങ്ങനെ മുന്നോട്ട് പോകുന്നു ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പെട്ടെന്ന് എൻ്റെ മകൾക്കൊരു രോഗം വന്നു. ഹൈദരാബാദിൽ നിന്ന് അവർ ഇസ്ലാമിൻ്റെ ടൈമായിരുന്നു. ഇവിടെ വന്ന് വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. അതുപോലെ രണ്ടാമത്തെ മകനും പ്രയാസം വന്നു. ICUയിൽ 2 ദിവസം ഇരുന്നു, ഹോസ്പിറ്റലിൽ ചില ദിവസങ്ങൾ ഇരുന്നു. അതുപോലെ തന്നെ ഞാനും അടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എൻ്റെ കാലിൻ്റെ വേദനയാൽ 1 മാസത്തോളം വളരെ കഷ്ടപ്പെട്ടു. ഞാൻ ചിന്തിച്ചു, ഇനി ഞാൻ ഇളനിൽക്കുമോ കടപ്പിലാകുമോ എന്നൊക്കെ ചിന്തിച്ചതായിരുന്നു. പക്ഷേ ആ വേദന എൻ്റെ ഉള്ളപ്പോൾ ഞാൻ ആ വേദന ശ്രമിച്ചുകൊണ്ട് ഇവിടുത്തെ പണി കാര്യങ്ങളെല്ലാം മുൻപിൽ നിന്ന് കടത്തുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. ഒരു ഹോസ്പിറ്റലിൽ പോകാതെ എനിക്കും സൗഖ്യം തന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ ഞങ്ങൾ മാറി മാറി വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും അതൊക്കെ വിടുവിച്ച് ഈ സന്തോഷത്തിൻ്റെ ദിനത്തെ കാണാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. അത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പലപ്പോഴും ഞങ്ങളുടെ ഞെക്കത്തോടെ പോയപ്പോൾ ഞങ്ങളുടെ വിശ്വാസികൾ പാസ്റ്റർ ഒരു കാര്യം ചെയ്യണം, ഇവിടെ വിഷയപ്പെട്ട കാര്യം അർദ്ധരാത്രിയൊക്കെ ഞങ്ങൾ എഴുന്നേറ്റ് മഴ പെയ്യുമ്പോൾ ഇരുന്ന് നേരം പഠിപ്പിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വീട് വാടകയ്ക്കെടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ പാസ്റ്റർ വീടൊക്കെ പാസ്റ്റർ വീട്ടിൽ നിന്നിട്ട് വന്നു പോയി ശുശ്രൂഷ. ഞാൻ പറഞ്ഞില്ല, ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഈ വീട്ടിൽ കിടന്ന് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പാർത്തു. കർത്താവ് ഇത്രത്തോളം ജയം തന്നു. അതിനായി നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി നല്ലതിനൊക്കെ കാണാൻ ദൈവം നൽകിയ എല്ലാ അവസരങ്ങൾക്കായി ഇതിൻ്റെ മഹത്വവും പുകഴ്ചയും മാനവും എല്ലാം എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുന്നു. സങ്കീർത്തനം വായിക്കുന്നതുപോലെ ഞങ്ങൾക്കല്ല യഹോവയെ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് തന്നെ മഹത്വം വരട്ടെ. ആ കർത്താവിന് മഹത്വം അർപ്പിച്ച എല്ലാവരെയും കൊണ്ട് ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെയേറെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ട്രാൻസ്ഫർ വന്ന് ഞാൻ മാറിയാലും അടുത്ത് വരുന്ന ദൈവദാസന്മാർക്ക് സന്തോഷത്തോടെ പാർക്കുവാൻ്റെ കവണം ഭവനവും നല്ല ആലയവും കർത്താവ് ഇവിടുത്തെ ദൈവമക്കൾക്കും ഈ ദേശത്തിലെ സകല ജനങ്ങൾക്കും വന്ന് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ ദൈവം നൽകിയതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കേണ്ട വിശേഷമാണ്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളെ വളരെയേറെ ഉത്സാഹിപ്പിച്ചതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അതത് സമയങ്ങളിൽ ഞങ്ങളെ വിളിച്ച് ആലോചനകളും നിർദ്ദേശങ്ങളും തരികയും അതുപോലെ തന്നെ അവൻ വളരെയേറെ സാമ്പത്തിക സഹായം അവൻ സഭയ്ക്ക് വേണ്ടി നൽകിയ FJC പ്രസിഡന്റ്, അവൻ രാജി കുഞ്ഞുങ്ങൾ സതീശ കുടുംബം
എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. സ്തോത്രം. വാസ്തവത്തിൽ ഇടയ്ക്ക് വിളിച്ചപ്പോൾ സാർ പറഞ്ഞു, ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട, പണി തീരുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് അങ്ങ് കയറണം. ഡിസ്ട്രിക്ട് മാസ്റ്ററെ വിളിച്ച് നിങ്ങൾ ആ കാര്യം ക്രമീകരിച്ച് കയറാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം സാർ വന്നിട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഇന്ന് അല്പം ലേറ്റായിട്ടും സാർ വന്നിട്ട് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു പിടിവാസി തന്നെയാണ്. കാരണം അത് ഞങ്ങളുടെ സന്തോഷമായിക്കൊണ്ടാണ്. സ്വതന്ത്രം പ്രിയ പ്രസിഡന്റിനോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും സൈസാറിനോടും കുടുംബത്തോടും എല്ലാ കാലത്തും നന്ദിയും കടപ്പാടും ഞങ്ങളുള്ളവരാണ്. സ്വതന്ത്രം അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ വിധത്തിലുള്ള സ്നേഹവന്ദനവും നന്ദിയും ഈ തലത്തിൽ അറിയിക്കുന്നു. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് മാസ്റ്റർ കൂടെ വിളിക്കുകയും അതുപോലെ ഇവിടെ കടന്നു വരികയും അവൻ അറിവ് തരികയും ഒക്കെ ചെയ്തു. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് മാസ്റ്ററെ ഓർത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹവന്ദനവും നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനിയ കത്രദാസൻ ഇവിടെ കടന്നു വന്നു. അവന് വരുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അവന് സ്തോത്രം. അദ്ദേഹം ഫോൺ വിളിച്ച് ചോദിച്ചു, എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. പ്രിയ ദൈവദാസനും പ്രത്യേക നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അതുപോലെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവദാസൻ അവനത് ധാരാളം പ്രാവശ്യം അവരത് ഇവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ഫോണിലൂടെ വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്തു. സ്വതന്ത്ര കർത്താവദാസനും പ്രത്യേകമായ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സുനിൽ മാസ്റ്റർ ബഹുമാന കർത്തദാസനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കർത്തദാസനും പ്രത്യേക സ്നേഹവന്ദനവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ മറ്റ് ആ ദൈവദാസന്മാർ എല്ലാവരെയും ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് പോയാൽ സമയം മുന്നോട്ട് പോയി എന്നോട് എല്ലാവരും ക്ഷമിക്കണം. മനഃപൂർവ്വമായിട്ട് എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഐ.പി.എസിന്റെ അവരുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് ഹൗസ് ആയിരിക്കുന്ന പ്രിയ ജോസ് മാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഈ ഡിസ്ട്രിക്റ്റിൽ വരുന്നതിന് മുമ്പ് ആ ഡിസ്ട്രിക്റ്റിലായിരുന്നു. സ്തോത്രം. വർഷങ്ങളായിട്ട് ദൈവദാസനും ഞാൻ വളരെ ബന്ധമുണ്ട്. ഞാൻ FGC സഭയിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോഴാണ് മാസ്റ്റർ ഗുളിയാങ്കോട്ട് സഭയിലേക്ക് വരുന്നത്. ഏകദേശം 30 വർഷത്തിന് മുമ്പുള്ള ബന്ധം ഇന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷയിൽ ഞാൻ കർത്തദാസനെ ക്ഷണിച്ചത്. കുടുംബമായിട്ട് അവർ കടന്നു വന്നു. പ്രത്യേക സ്നേഹവന്ദനവും നന്ദി കർത്തദാസനെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. അതുപോലെ ഞങ്ങളുടെ സഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന മറ്റ് ദൈവദാസന്മാരുണ്ട്. അവൻ ദൈവമക്കളുണ്ട്. ഈ ദേശത്തിന് അവൻ ചില പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹവന്ദനവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പടതാരനോട് സഭയ്ക്ക് അത് ഞങ്ങളുടെ പേരുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞില്ല, അവരിന്ന് പറയില്ല, അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല. അവരുടെ വാക്കുകളും അവരുടെ സാമ്പത്തികവും എല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ തലമുറകൾ പലരും പല സ്ഥലങ്ങളിലിരിക്കുന്നു. അവർക്ക് പ്രത്യേക നന്ദി അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സ്തോത്രം. അത് നമ്മുടെ ബഹുമാനപ്പെട്ട FGC പ്രസിഡന്റ് അവർ തുടർന്നുള്ള ശുശ്രൂഷ നിർവഹിക്കുന്നതിന് കർത്തദാസനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ധനങ്ങൾ സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ വൈകുന്നേര സമയം ദൈവം നമുക്കിങ്ങനെ ഒരവസരം തന്നതിനായി സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാരും അതിഥികളായിട്ടിരിക്കുന്നവർ എല്ലാവർക്കും ദൈവസന്നിധിയിൽ സ്നേഹവന്ദനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവദാസൻ പറഞ്ഞല്ലോ ഒത്തിരി കാര്യങ്ങളോട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാലും 2 വാക്ക് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഒരു വാക്യം വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 9-10. അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് 18:9-10. 18-ന്റെ 9-10. മൈക്കിന്റെ ശബ്ദത്തിൽ കറക്റ്റ് മൈക്കിങ്ങുണ്ട്. അപ്പോസ്തല 18-ന്റെ 9-10. 9-10. പ്രൈസ് ദി ലോർഡ്. 18-ന്റെ 9-10. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആരും എന്നെ കൈയേറ്റം ചെയ്തു ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നാണ് വിളിച്ചത്.
പടന്നൽമൂട് സഭ അംഗങ്ങൾ ഒന്ന് എത്തിച്ചു നിൽക്കാം. പടന്നൽമൂട് സഭയുടെ വിശ്വാസികൾ സഹോദര സഹോദരിക്കുന്നവരും കൂടെ അകത്ത് വരാം. ഈ സ്ഥലത്ത് വിശ്വാസികൾ ദേവദാസിനോടും സിസ്റ്റർ കുഞ്ഞോടൊക്കെ അടുത്ത് നാട്ടിൽ അടുത്ത് മോനോട് നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന ഈ വാക്യം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് ഇന്ന് അതിൻ്റെ ഒരു നിശ്ചയമായിട്ടൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ആണ് ഈ വാക്യം. പടന്നൽമൂട് സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയും കൂടാണ്. ഇവിടുത്തെ സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് കമ്മിറ്റി അംഗങ്ങളും സഹോദരൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ പണിക്ക് വേണ്ടി ബന്ധപ്പെട്ടവർ ഇവിടെ ആയിരിക്കുന്നവരും ഇതല്ലാത്തവരും ഈ വാക്യം വായിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചെടുത്ത് വായിക്കുന്നുണ്ട്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ആരും എന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ അനേകരുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ ഒത്തു കുറച്ചൊക്കെ സ്തോത്രം. ദൈവത്തിൻ്റെ വേല മുന്നോട്ട് പോവാൻ സ്തോത്രം. ഞാനിപ്പോൾ യാത്രയിൽ നിന്ന് വരുന്നത് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു, ബീഹാറിൽ. അവിടെ ഞങ്ങളൊരു ശുശ്രൂഷയ്ക്ക് പോയി. ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എടുക്കേണ്ട ട്രെയിൻ വന്നില്ല. പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിൽക്കുക. ആ ട്രെയിൻ വരാൻ ഇച്ചിരി താമസിച്ചു. പക്ഷെ അതിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ട്രെയിൻ അടുത്ത് വന്നപ്പോൾ അതിൻ്റെ ശബ്ദം കൂടി. അപ്പോഴത്തേക്ക് യാത്രക്കാരൻ കുറച്ചുകൂടെ അടുത്ത് വന്നു. ട്രെയിൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് നോക്കി ഓടി ചെന്ന് അകത്തോട്ട് കയറി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വീണ്ടും വിട്ടു. കുറച്ച് പേര് ഞങ്ങൾ നോക്കി വെളിയിൽ നോക്കിയപ്പോൾ കുറച്ച് പേര് ഓടുന്നു ആ ട്രെയിന് വേണ്ടി. കുറച്ച് പേരെ നാട് ചാടിയൊക്കെ കയറി തോന്നും. ചിലർക്ക് ആ ട്രെയിനെ കയറാൻ ഓർത്തില്ല. ട്രെയിൻ മുന്നോട്ട് നീങ്ങി. വാതിൽ അടഞ്ഞു. ഇനിയും കയറാൻ ഒത്തില്ല. കുറച്ചുപേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പുറകോട്ടൊന്ന് നോക്കിയപ്പോൾ കുറച്ചുപേര് നിരാശപ്പെട്ട് അവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. ചിലർ ഓടി ഓടി അധ്വാനിച്ചിട്ട് ഇങ്ങനെ ശ്വാസം വിടുക. ദൈവമക്കളും നമ്മളെ അർപ്പിക്കുന്ന അതാത് സ്ഥലത്ത് അതാത് ശുശ്രൂഷയിൽ അതാത് വേലയിൽ നമ്മളെ തൽക്കാലത്തേക്ക് ആക്കിയിട്ടുള്ളൂ. ആ ട്രെയിൻ സ്റ്റേഷന്റെ അടുത്ത് വന്ന് നിൽക്കുക. അതിന്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് പ്രവേശിക്കുക. സുവിശേഷത്തിന്റെ ട്രെയിനാണ്. സുവിശേഷത്തിന്റെ പ്രവർത്തനമാണ്. സ്വർഗരാജ്യത്തിന്റെ ഒരു ട്രെയിനാണ്. സ്തോത്രം. അധികം നേരം ആ സ്ഥലത്ത് നിൽക്കത്തില്ല.
അത് കാര്യപരിപാടിയിൽ, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താണ്? അടുത്ത പട്ടണത്തിൽ വേറെ ആൾക്കാരുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. അതാത് സമയത്ത് ദൈവം നമ്മളെ ഓരോരുത്തരെയും ദാസന്മാരായി നമ്മൾ താഴ്മയോടൊക്കെ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കും. കുറച്ചുപേരെ കൂടെ അതിനകത്തോട്ട് കേട്ടാൻ. പക്ഷേ ഒരു ദിവസം വരുന്നു, ആ വാതിൽ അടയും. ഒരു രാത്രി വരുന്നു, ആർക്കും പ്രവർത്തിക്കാത്ത രാത്രി വരുന്നു. അതിനു മുൻപേ ഈ ദേശത്ത്, ഈ സമയത്ത് 2024 ദൈവം നമുക്ക് വീണ്ടും ഒരവസരം കൂടി തന്നല്ലോ. യേശുവിനെ കുറിച്ച് ഒരു വാക്ക്, യേശു ക്രിസ്തു എന്നുള്ള വാക്ക്, ക്രൂശിനെ കുറിച്ചൊരു വാക്ക്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊരു വാക്ക്, രണ്ടാം വരവിനെ കുറിച്ചൊരു വാക്ക്, സ്നാനപ്പെടുന്നതിനെ കുറിച്ചൊരു 2 പഠിപ്പീര്, പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കാൻ ഒരു പഠിപ്പീര്, രക്ഷയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാനും ഉപദേശത്തിൽ വീണ്ടും സമർപ്പിക്കാനും പഠിക്കുവാനും നല്ല ശിഷ്യന്മാരായിട്ട് കുറച്ചുപേരെ സ്വർഗരാജ്യത്തിൽ നമ്മൾക്ക് എത്തിക്കുവാൻ ദാസനും ദാസിയും മക്കളും ഇവിടുത്തെ എല്ലാ വിശ്വാസികളും നിങ്ങൾക്കെല്ലാം അതിനകത്ത് പങ്കുണ്ട്. സ്തോത്രം. ഈ ആലയത്തിന്റെ ഡെഡിക്കേഷൻ, ഇതിനെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കുറച്ചുപേര് രക്ഷയിൽ വരണം. സ്തോത്രം. സുവിശേഷത്തിന്റെ ശബ്ദം ഇവിടെ നിന്ന് വീണ്ടും പുറപ്പെടണം, വീണ്ടും മുഴയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് എല്ലാം കിട്ടും, ഇവിടെ കിട്ടും. ഹല്ലേലൂയ. അതിന്റെ അധ്വാനം, അതിന്റെ പ്രാർത്ഥന, അതിന്റെ കണ്ണുനീര്, അതിന്റെ അധ്വാനം, അതിന്റെ രഹസ്യവും പരസ്യമായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ അപ്പോസ്തല പ്രവൃത്തിയിൽ വാക്യം വായിച്ചു കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത വാക്യങ്ങൾ അവിടെ കുറച്ചുനാൾ പ്രവർത്തിച്ചു, പഠിപ്പിച്ചു, അനേക ദൈവമക്കൾ മുന്നോട്ട് വന്നു. സ്തോത്രം. അതിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ അതിൽ നിന്നും പല സഭകളും സ്ഥാപിച്ചു, മുന്നോട്ട് വേണ്ട പോയി. ഓക്കെ. ഇനി പ്രായമുള്ളവരെല്ലാം ഇരുന്നാട്ട്, കുഞ്ഞുങ്ങളും യൗവനക്കാർ മാത്രം എഴുന്നേറ്റിരുന്ന, പ്രായമുള്ളവരെല്ലാം ഇരുന്നാട്ട്, കുഞ്ഞുങ്ങൾ യൗവനക്കാർ മാത്രം, യൂത്ത്, കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, യൂത്ത് എത്ര വയസ്സ് വരെയാ? ഒരു 45 വരെ പോണ്ട, 35 അല്ലെങ്കിൽ 30. സ്തോത്രം. യുവതലമുറയായിരിക്കുന്ന ഇന്ത്യയുടെ 60% മേലുള്ള യൂത്താണ്, യുവതലമുറയാണ്. സ്തോത്രം. അതാണ് ഒരു താമസം നിങ്ങൾക്കും ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഈ പ്രായത്തിൽ ദൈവത്തെ അറിയുവാനും ദൈവിക വഴിയിൽ നമ്മൾ അഭ്യസിപ്പിക്കാനും ദൈവം സഹായിച്ചത് ഈ സ്ഥലത്ത് ഒരു സഭയുള്ളതുകൊണ്ടാണ്. ഇതൊരു റോട്ടറി ക്ലബ് അല്ല, YMCA അല്ല, വേറെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല, SNDP ഹോളല്ല. ഇതൊരു ദൈവസഭയാണ്. ഹല്ലേലൂയ. ദൈവസഭയിൽ നടക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ ജനിക്കുമ്പോൾ മുതൽ. ഹല്ലേലൂയ. യഹൂദ പാരമ്പര്യത്തിൽ അവർ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അമ്മമാര് അവരുടെ വായിക്ക് അതിച്ചിരി തേനിന്റെ മധുരം തൊട്ടു കൊടുക്കും. അവർക്ക് കൊച്ചു പ്രായത്തിൽ അവർക്ക് എന്തോ കിട്ടുന്നതെന്ന് ആ മാതാവിന് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് അറിയത്തില്ല. അവരിങ്ങനെ പോവും, എനിക്ക് വിശക്കുന്നു, എനിക്ക് ഇച്ചിരി ദാഹിക്കുന്നു, എനിക്ക് ഇച്ചിരി പാലം എന്തെങ്കിലും തരണം. അപ്പൊ അവരുടെ പാലിന്റെ കൂടെ ഇച്ചിരി തേനങ്ങോട്ട് തൊട്ട് കൊടുക്കുക, നാക്കിലങ്ങോട്ട് ചേർക്കുക. മധുരം അതിന്റെ കൂടെ അവര് ചോറ വായിച്ചു കൊടുക്കും.
യഹൂദ പാരമ്പര്യത്തിനനുസരിച്ചു ദൈവത്തിന്റെ വചനം ആദ്യത്തെ 5 പുസ്തകം, പഴയ നിയമത്തിൽ 5 പുസ്തകം വായിച്ചുകൊണ്ട് അവരുടെ ചെറിയ പ്രായത്തിൽ അവരെ അഭ്യസിപ്പിച്ചിട്ട് ഈ പേര് കൂടെ തൊട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ ബ്രെയിൻ, അവരുടെ തലച്ചോറിനകത്ത് കയറുന്നതാണ് വാക്യവും മധുരവും, വാക്യവും മധുരവും, വാക്യവും മധുരമാണ്, വാക്യവും മധുരമാണ്, വാക്യവും മധുരം. The word of God is like honey on my lips. അവരെ അഭ്യസിപ്പിച്ചാൽ അവർ വളർന്നു വരുമ്പോൾ അതിന്റെ മാധുര്യം അവർ മനസ്സിലായോ നാം വളർന്നു വരുന്നത്. സ്തോത്രം. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ കർത്താവിനോട് താമസിക്കാൻ ഈ കുഞ്ഞുങ്ങൾ, ഈ യുവാക്കൾ, ഈ ചെറുപ്രായത്തിൽ ഇവിടെ ചെയ്തതും പഠിച്ചതും ഇതിനു വേണ്ടി അഡ്വാൻസിലെല്ലാം അവര് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. നമ്മുടെ ഓരോ സഭകളിലും ഓരോ സ്ഥലത്തും എല്ലാ സഭകളിലും നമ്മുടെ യൗവനക്കാരുടെ തലമുറയ്ക്ക് വേണ്ടി അതിനുവേണ്ടി ഒരുക്കുവാൻ ആ പ്രാർത്ഥന ഞാൻ രാമദാസിന്റെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് പ്രതീക്ഷിച്ച്, തലമുറയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച്, വേലയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച്, ആത്മാക്കൾക്ക് വേണ്ടി പ്രതീക്ഷിച്ച് ദൈവത്തിന്റെ വേല എസ്റ്റാബ്ലിഷ് ചെയ്ത ശിഷ്യന്മാരാക്കാൻ കൽപ്പിച്ച കർത്താവ്. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുതിയിട്ടുണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനാദികളെ ഞങ്ങൾ സ്തുതിക്കുന്നതിനായി ഇത് നാം ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഈ പ്രത്യേക സുഹൃത്തിൽ പല സ്ഥലങ്ങളിലും സാധ്യതയിലുമായിരുന്ന ഞങ്ങൾക്ക് തിരുപ്പാതയിലെ അയപ്പാൻ നൽകിയിട്ടുള്ള സമർപ്പകനായി നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. എല്ലാം അവിടുത്തെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്ത് തീർത്തതിനാൽ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുന്നാലെ കർത്താവേ ഈ ആലയത്തിന് ഞങ്ങൾ അടിസ്ഥാനമിട്ടു പണിയുവാനായി ആരംഭിച്ചു. കർത്താവ് പണിയോടുകൂടെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദി. എത്രത്തോളം പണി പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനാൽ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതേ കാലത്ത് സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ആലയത്തിലും ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്, ഹല്ലേലൂയ, മധ്യത്തിൽ ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക ദൈവമക്കൾക്ക് ഈ ആലയം അനുഗ്രഹമായി തീരട്ടെ. ഈ ദേശത്തിലെ നിവാസികൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ഗതവേറിയ പകർന്നാണ്
ഇവിടെ കർത്താവെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓരോരുത്തരെയും കർത്താവ് ആശീർവദിച്ചാട്ടെ. അപ്പാ ദൈവകൃപ ധാരാളമായി കർത്താവിന്റെ ദൈവത്തിന്മേൽ പകർന്നു കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ആലയത്തിന്റെ പണികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്ന ഞങ്ങളുടെ പ്രസാദ ഭാഷയ്ക്ക് വേണ്ടി തന്റെ കുടുംബത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ വലിയ കൃപ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഈ ആലയം പണിതെടുക്കുവാൻ ഉള്ള എല്ലാ അറിവുകളും എല്ലാ വിദ്യകളും കർത്താവ് നൽകിയതിനായി തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. തന്റെ കുടുംബത്തെയും കർത്താവ് ആശീർവദിച്ചാട്ടെ. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിള്ളേർക്കായി നന്ദി. മൂന്നുപേരെയും കർത്താവ് അംഗീകരിച്ചാട്ടെ. ദൈവകൃപ ധാരാളമായി കർത്താവിന്റെ ദൈവത്തിന്മേലെ പകർന്നു കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സന്ദർഭത്തില് ഈ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തുവാൻ പ്രിയപ്പെട്ട ദാസനെയും കുടുംബത്തെയും മന്ത്രത്തിൽ കൂടിച്ചേർത്തതിനാൽ തിരുനാമത്തെയും ഞങ്ങൾ സ്തുതിക്കുകയാണ്. ദൈവകൃപ ധാരാളമായി പകർന്നാട്ട് ദൈവത്തിന്റെ ശക്തിയാൽ പ്രിയപ്പെട്ടവരെ മറച്ചുകൊള്ളുവാനായി ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടതിനാൽ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഈ ആലയത്തെ നിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആശംസ അറിയിക്കുന്നതിന് വേണ്ടി എല്ലാ ദൈവദാസന്മാർക്കും അതിനുള്ള അവസരമില്ല. കാരണം ആദ്യമായിട്ട് സ്തോത്രം അത് നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി മുന്നോട്ട് കടന്നു വന്ന് ആശംസ അറിയിക്കും. അതിന് പിന്നാലെ നമ്മുടെ LGSയുടെ ട്രഷററായിരിക്കുന്ന ബഹുമാനി കർത്തദാസൻ, അതിനുശേഷം അവൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവദാസൻ, അതിനുശേഷം ഒടുവിലായിട്ട് അവൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിരിക്കുന്ന ജോസ് ബാസ്റ്റർ പറയും. ചുരുക്കം വാക്കുകൾ അവനെ നമ്മുടെ മുന്നിൽ ഒരു 2-3 മിനിറ്റിനകം ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തോടുകൂടി അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്തോഷത്തിന്റെ ദിനം നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇതിന്റെ അടിയിലിട്ട ദിവസം മുതലുള്ള എല്ലാ പണികളെയും കർത്താവ് അനുഗ്രഹിച്ചു. അവയെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുടുംബം അവർ ഒരുമിച്ച് കടന്നു വരുവാനും ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുവാനും മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ എല്ലാം ചെയ്തെന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുടുംബത്തിനും എല്ലാ ദൈവദാസന്മാർക്കും വിശേഷാൽ ജോസ് പാസ്റ്റർ മുഴുവനുള്ള അദ്ദേഹത്തിനും നമ്മുടെ LGC ജനറൽ സെക്രട്ടറി പ്രസാർ അമ്മേ സ്തോത്രം. അതുപോലെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പാസ്റ്റർ രാമന്റെ സ്നേഹം അറിയിക്കുന്നു. ഇത് ഈ കെട്ടിടം ഇവിടെ എത്രത്തോളം മനോഹരമായി കാണുവാൻ ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദർശനമാണ്. ദൈവദാസന് ദൈവം കൊടുത്ത ദർശനമാണ് ഇത്രയും ഇതിന്റെ ഭംഗിയിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചത്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദർശനം അവധിയേക്ക് വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് വ്യക്തപ്പെടുന്നു. അത് താമസിച്ചാലും കാത്തിരിക്കണം, എന്നാൽ താമസിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം കൊടുത്ത ദർശനം കറക്റ്റായിട്ട് ദൈവം നിർവഹിച്ചിരിക്കുകയാണ്. ഇതിന്റെ മുമ്പിൽ പ്രവർത്തിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമയത്തിന്റെ പരിധികൾ ഞാൻ ചുരുക്കുകയാണ്. ഒരു വാക്യം വായിച്ച് സഹായിക്കുന്നതായിരിക്കും. ഇതിന്റെ 2 ഈ ആലയത്തിന്റെ ഭിന്നത്തെ മഹത്വം മുമ്പിലത്തെയും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചിരുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ സ്തോത്രം. മുമ്പത്തെ ആലയത്തെക്കാളും ഈ ആലയം മനോഹരമാണ്, സമാധാനമാണ്, സമൃദ്ധിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ദൈവമാണ് ചെയ്തത്. ഞാൻ പലവട്ടം അവിടെ കടന്നു വരുമ്പോഴൊക്കെയും ദൈവദാസനും സ്വന്തം മകനുമൊക്കെ ഇവിടെ ജോലിക്കാരോട് ചേർന്ന് അവർ അധ്വാനിക്കുന്നതിനെ കാണുവാൻ ഇടയായിട്ടുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം വിളിക്കുമ്പോഴും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും, അല്പം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാമെന്ന് വെച്ച ദിവസങ്ങളുണ്ട്. അത്രത്തോളം കഠിനമായി അധ്വാനിച്ചും കർത്താവ് അദ്ദേഹത്തെയും കുടുംബത്തെയും തലമുറയെ അനുഗ്രഹിക്കട്ടെ.
വിശേഷാൽ ഇതിനുവേണ്ടി സഹായിച്ച ദൈവമക്കളെ, ദൈവസഭയെ, ദേശത്തിലെ അനേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ അത്യന്തം സഹായിച്ച പ്രസിഡന്റിനെയും കുടുംബത്തെയും സൈസാമി കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സഭ നാൾക്ക് നാൾ വളരട്ടെ. ഈ ദേശത്തെ ഈ സഭയുടെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ അനേക ജനങ്ങൾ കടന്നു ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകട്ടെ. അത് മാത്രമല്ല, ഇവിടെ അവസൂത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ദൈവം പ്രവർത്തിക്കട്ടെ. രോഗശാന്തി, ഭൂതശാന്തി ശുശ്രൂഷകളിൽ നിന്ന് ശക്തമായി വെളിപ്പെടട്ടെ. ഇതിനകത്ത് പ്രാർത്ഥനയും ആരാധനയും കുറയാതിരിക്കട്ടെ. ഈ ആലയം ഇവിടുത്തെ ആരാധന ദേശത്തിന് അനുഗ്രഹമായിരിക്കട്ടെ. സ്വത്രം എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, ഞാൻ ദൈവത്തിനൊരു ആലയം കെട്ടാതെ ഞാൻ സ്വത്രം എന്റെ കട്ടിൽ ഉറങ്ങുകയില്ല എന്ന് ദാവീദ് പറഞ്ഞു. അതുപോലെ ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് സ്വന്തം വാർത്തപ്പെട്ടത്, ഇനി ഞാൻ ചത്തുരുന്നാലും എനിക്ക് കുഴപ്പമില്ല, സ്വത്രം എന്റെ ദർശനം നിറവേരെന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ച് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സ്വത്രം നീ ഇങ്ങനെ വിചാരിച്ചത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് നിനക്ക് നല്ല മനോഹരമായ ഒരു ആലയം, ഒരു വീട് ഞാൻ പണിയുമെന്ന് പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അത് തലമുറകളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പൈസ പ്രസിഡന്റ് കർത്താവിന്റെ പ്രദേശത്തെ മന്ത്രാണിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിൽ നിന്നുൾപ്പെടെ പല സഭകളിൽ നിന്നും ഈ ദൈവസഭയെ സ്നേഹിച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ടുകൂടിയായിരിക്കുന്ന ദൈവമക്കൾ, ഈ ദൈവസഭയിൽ ദൈവമക്കൾ, പ്രസിഡന്റിന്റെ കുടുംബം എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം പറയുന്നു. സമയത്തിന്റെ പരിമിതി നന്നായി മനസ്സിലാക്കിക്കൊണ്ട് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം, എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. യഹോവയായ ദൈവം ആലയത്തോടുള്ള ബന്ധത്തിൽ കൊടുത്ത ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്, എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. യഹോവയായ ദൈവത്തിന്റെ ദൃഷ്ടിയും യഹോവയായ ദൈവത്തിന്റെ ഹൃദയവും ഇരിക്കുന്ന ഒരു ആലയമായി ഈ ആലയം ദിവസേന വർദ്ധിച്ചു വരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കുമാറാകട്ടെ. അതിനായി ദൈവദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. ഈ ദേശത്തിൽ ഒരു ദൈവസഭ എന്തിന് ഒരു ദേശത്ത് സ്ഥാപിക്കപ്പെടുന്നുവോ അതേ ഉദ്ദേശം മുഴുവനും ഈ ദൈവസഭയിലൂടെ സ്വർഗത്തിൽ ദൈവം നിറവേറ്റട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് സഹായിക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ, അതുപോലെ തന്നെ ബഹുമാന്യ പ്രസിഡന്റ്, അവൻ നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ട് പാസ്സായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് പ്രകാറുകൾ, നമ്മുടെ KK ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് പാസ്സായിരിക്കുന്ന പാസ്റ്റർ ജോർജ് പിൽബറുകൾ, അതുപോലെ KK ഡിസ്ട്രിക്റ്റിലെ അതുപോലെ കടന്നു വന്നിരിക്കുന്ന മറ്റ് കർത്താവിന്റെ ദാസന്മാർ, അതുപോലെ തന്നെ എല്ലാ KK ഡിസ്ട്രിക്റ്റിലെ സഭയിൽ നിന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കൾ, പടനാമോട് സഭ ക്ഷണിച്ചു കടന്നുവന്ന പുറത്തുനിന്ന് വന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ 6 മണിക്ക് യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കണം എന്ന് ചിന്തിച്ചുവെങ്കിലും പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും വന്ന ടൈം അത്ര ലേറ്റായതുകൊണ്ട് നമ്മൾ വളരെ ലേറ്റായിട്ടാണ് യോഗം ആരംഭിച്ചത്. എങ്കിലും പ്രസിഡന്റ് പറഞ്ഞു കറക്റ്റ് സമയത്ത് ആശംസകളൊക്കെ പറഞ്ഞ് നമുക്ക് ആ യോഗം ആശീർവാദം പറയണമെന്ന് ദൈവദാസൻ നിർദ്ദേശം തരുവാനിടയായി. അതനുസരിച്ച് ഒരു വേദഭാഗം മാത്രം വായിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 40-ാമത്തെ വാക്യം, ഇപ്പോഴും എൻ്റെ ദൈവമോ ഈ സ്ഥലത്ത് വച്ച് ധരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ. ദൈവമക്കളെ, 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2 പ്രധാനപ്പെട്ട ഭാഗം അവിടെ കാണാൻ കഴിയും. 1 കണ്ണും 2 ചെവിയും. ഈ പുതിയ ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകളും കർത്താവ് കണ്ണ് തുറന്നും കർത്താവിന്റെ ചെവി കൊണ്ട് കേട്ടും വരും ദിവസങ്ങളിൽ ഈ ആലയത്തിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി മറുപടി നൽകി ആലയത്തെ മേൽക്കുമേൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ തിരുവചന പ്രകാരം ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഈ ആലയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇവിടെ കടന്നു വരുവാനിടയായി. ആ സമയത്തൊക്കെയും ഇവിടെ ജോലിക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു കയ്യാളായിട്ട് ഞങ്ങളുടെ പ്രസാദ ഭാഷത്ത് നിന്ന് ജോലി ചെയ്യുന്നത് കാണുവാനിടയായി. അതിലും ആ ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ, തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, സഭയിലെ ദൈവമക്കളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ നാളുകൾ കൊണ്ടുള്ള പ്രാർത്ഥനയുടെ ഒരു വലിയ മറുപടി ദൈവം നൽകി തന്നല്ലോ. 2 കരങ്ങൾ ഉയർത്തി 3 അനുഗ്രഹീയ ശക്തിയോടെ കർത്താവോട് പറഞ്ഞാൽ
കർത്താവ് നിങ്ങൾ എല്ലാവരും തുടർന്ന് ധാരാളം അനുഗ്രഹിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദേശക്കാരി കർത്താവിന്റെ ധന്യമുള്ളതായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ സന്നിധരായിരിക്കുന്ന FTCയുടെ പ്രസിഡന്റ് കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസി മാമ, ബിർബുവാസ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സന്നിധാസ്, അതുപോലെ പട്ടംതാൽമൂട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രസാദ് വാസ്, FGIC KK ഡിസ്ട്രിക്റ്റിലെ മറ്റ് സഭകളിലെ ദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. കഴിഞ്ഞ ദീർഘ വർഷങ്ങളിലെ പ്രാർത്ഥനയുടെയും കഠിന അധ്വാനത്തിന്റെയും ഫലമായി വളരെ മനോഹരമായിരുന്ന ആലയം ഇവിടെ പണി കഴിപ്പിക്കുവാൻ സർവകൃപാലുടെ ഇവിടെയാക്കി. അല്പസമയത്തിനൊന്ന് കർത്താവിന്റെ പ്രാർത്ഥിച്ച് ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. പ്രസാദവാസമായിട്ട് വളരെ ദീർഘവർഷങ്ങളിൽ ആത്മീയമായ ബന്ധം ഞങ്ങൾക്കുണ്ട്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ പല സഭകളിൽ താൻ വളരെ ആത്മാർത്ഥതയോടെ ശുശ്രൂഷിക്കാൻ കർത്താവിടെയാക്കി. അവിടെ ആയിരുന്നപ്പോഴും അവിടെ പല ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെയാക്കി. ഇവിടെ വന്നപ്പോഴും ഈ പടംതാൽമൂട് സഭയുടെ ഈ ആലയത്തിൻ്റെ പണി വളരെ ഭംഗിയാക്കി കർത്താവ് ഉപയോഗിച്ചു. ഞാൻ വളരെ വർഷങ്ങൾ കൊണ്ട് എനിക്ക് വളരെ അടുപ്പമുള്ള സഭയാണ് പടംതാൽമൂട് സഭ എന്ന് പറയുന്നത്. FGIC ട്രിവാൻഡ്രം KK ഡിസ്ട്രിക്റ്റിലെ വളരെ പഴക്കമുള്ള സഭയാണ്. വളരെ ഇടുങ്ങിയ സാഹചര്യത്തിലും ഒരു വിശാലമായ സാഹചര്യത്തിലും കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഇനിയും ധാരാളം ആത്മാക്കൾ ഇവിടെ കടന്നു ദൈവത്തെ ആരാധിക്കാൻ ഇടയായി തീരട്ടെ. മുള്ളുകളുടെ ഇടയിലെ താമര എന്ന പോലെ ചുറ്റിലും ധാരാളം മുള്ളുകൾ, ധാരാളം പ്രതികൂലത്തിൻ്റെ നടുവിലാണ് ഈ സഭ നിലകൊള്ളുന്നത്. ഇവിടെയുള്ള ദൈവമക്കളുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി ദേശത്ത് ഈ സഭ നിലനിൽക്കാൻ ഇടയായിരുന്നു. കർത്താവിന്റെ ദാസനെ കുറിച്ച് പറഞ്ഞ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃദാസൻ, അതുപോലെ ദൈവസഭയിൽ ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ടാണ് ഈ ആലയം ഇത്രയും മനോഹരമായി ഇവിടെ പണി കഴിക്കാൻ ഇടയായിട്ടുള്ളത്. ശലോമോൻ ആലയം പണിത് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഹോമയാഗം ദഹിപ്പിച്ചു. അതുപോലെ യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്ന പോലെ ആത്മാവിൽ വലിയ തീ ഇറങ്ങുന്ന ഇടമാകട്ടെ ദൈവാലയം. ദൈവികമായ വലിയ തേജസ്സിനാൽ നിറയപ്പെടുന്ന ഇടമാകട്ടെ ദൈവത്തിന്റെ ആലയം. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന്. ഇവിടെ നിരന്തരമായ പ്രാർത്ഥനകളും സ്തുതിയും സ്തോത്രവും ഇവിടെ ഉയരുവാൻ ഇടയായി തീരട്ടെ. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന്. കോരപുത്രന്മാർ പറയുന്നത് യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരായിരിക്കുന്നത് ഏറെ ഇഷ്ടമെന്നാണ്. അപ്പോൾ ആലയത്തോടുള്ളതായിരിക്കുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ആലയത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷീകരണം എന്നുള്ളതാണ്. അതിന് അപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. അപ്പോൾ സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിറവേറ്റി ഇനിയും ധാരാളം ആത്മാക്കൾ ഈ സഭയിൽ കടന്നു വന്ന് ആരാധിപ്പാൻ സർവ്വകൃപയും ഇവിടെയാകട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവിധമായ ആശീർവാദങ്ങളും ദൈവം ഈ സഭയിൽ പകരട്ടെ. FGIC ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന്റെ പ്രത്യേകമായ എല്ലാവിധമായിരിക്കുന്ന ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങളുടെ തത്വസമയത്തിലൂടെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുവെങ്കിലും ദാസൻ സാറ് വന്ന സമയം അല്പം താമസിച്ചു പോയി. അതുതന്നെയല്ല ഞങ്ങൾ വളരെയധികം ട്രാഫിക്കിൽ ഞങ്ങൾ വിട്ടുപോയി. അതുകൊണ്ട്
ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ തക്ക സമയത്ത് കടന്നു വരുവാൻ സാധിച്ചില്ല. നിങ്ങളെല്ലാവരും വളരെ ക്ഷമയോടുകൂടെ വഴിയിൽ നിന്ന് ഇത്രയും നേരം സഹിച്ചു നിന്നതിന് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ആദ്യമേ തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആ കാര്യത്തിൽ ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും അവരുടെ കുടുംബത്തിനും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കും എല്ലാവർക്കും കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ ഈ രാത്രി സമയത്ത് നിങ്ങളോട് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് ഞങ്ങൾക്കും ഇങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചതിന് ഞാൻ വളരെയധികം സന്തോഷമുള്ളതാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ സംഘടനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കഴിയുന്നു. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും മനോഹരമായ ഈ ആലയത്തിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു ആലയം പണിയുവാൻ കർത്താവിൻ്റെ ദാസന് കർത്താവ് കൊടുത്ത ദർശനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ആലയം പണിയണമെന്ന് ആഗ്രഹിച്ച നാൾ തുടങ്ങി ഇന്നത്തെ ഈ നിമിഷം വരെ തടസ്സങ്ങളായിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, പലവിധമായ പ്രശ്നങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള് ഇങ്ങോട്ട് സമയത്തിന് കടന്നു വരുവാൻ ചിന്തിച്ചപ്പോൾ അതിനുള്ള തടസ്സങ്ങള് എല്ലാം വന്നു. എന്നാൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ ഈ തടസ്സങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഇതൊന്നും ഒരു തടസ്സമല്ല. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ദൈവനാമത്തിന് വേണ്ടി നമ്മളൊരു പടി കൂടെ മുന്നോട്ട് എടുക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരും. എന്നാൽ അതൊന്നും നമ്മളൊരു കാര്യമാക്കാതെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മളെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ദൈവനാമത്തിന് നമ്മളോട് സ്തോത്രം ചെയ്യുന്ന. എന്നാൽ ഇത്രയും മനോഹരമായ ഈ ആലയത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ സ്തോത്രം, ഇനിയും അനേക ആത്മാക്കൾ ഇവിടെ കടന്നു വരുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ സഭയിലുള്ള എല്ലാവരും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഈ ആലയം നിറഞ്ഞ് ഇത് പിന്നെയും വിസ്തീർണപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നടത്തുന്ന എത്തുന്ന സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചു, ചേച്ചി ഏതവസ്ഥയിലായിരുന്നു, ഇന്ന് ദൈവം ഏതവസ്ഥയിലേക്ക് നമ്മളെ ആക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇതൊന്നും നമ്മുടെ കഴിവുകളോ മിടുക്കുകളോ ഒന്നുമല്ല. ദൈവത്തിന്റെ നാമം മോശപ്പെടുന്നതിന് വേണ്ടി നമ്മളെ ഒരു സ്ഥിതിയിൽ നിന്ന് വേറൊരു സ്ഥിതിയിലേക്ക് നമ്മളെ ദൈവം ഉയർത്തിയിരിക്കുകയാണ്. അതിന്റെ സംഘടനക്കാരൻ പറയുന്നതുപോലെ യഹോവയെ വാഴ്ത്തുക, സർവാന്തരവുമായ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, യഹോവയെ വാഴ്ത്തുക. അതിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ താഴ്മയുള്ളവരായി വിനയത്തോടെ ദൈവസന്നിധിയിലായിരുന്നാൽ ദൈവം നമ്മളെ ഈ ദേശത്ത് അധികമായി ഉയർത്തും. അതിൻ്റെ ഒരു ബേസിക് ഇതാണ് നമ്മൾ ഈ പൽക്കാലം എന്ന ഈ രാത്രിക്കാലം നമ്മളെ കാണുന്ന. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം എടുക്കുന്നില്ല, ഇനിയും അധികം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പണിക്ക് വേണ്ടി അധ്വാനിക്കുകയും ഭാരപ്പെടുകയും പണങ്ങൾ ചിലവാക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കർത്താവിന്റെ ഈ ലോകത്തിന് വേണ്ടിയല്ല, നമ്മൾ ദൈവസന്നിധിയിൽ എന്തെങ്കിലും നിക്ഷേപിച്ചാൽ അതിന് നമുക്ക് വളരെയധികം പ്രതിഫലമുണ്ട്. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഈ ദേശത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു പാട്ട് പാടാൻ നിങ്ങൾക്കറിയാം, എനിക്ക് പാട്ടിനോട് വലിയ താല്പര്യമുള്ളതാണെന്ന് എനിക്കറിയാം. നിങ്ങളും വീട്ടിൽ പോയിരിക്കാൻ ഒരു പാട്ട് പാഷൻ്റെ മക്കൾ മോളും പരിമോനും മരുമോളും ജിജോയും നൻസിയും മുന്നോട്ട് വന്നിട്ട് അവരുടെ കൂടെ ചേർന്ന് നമുക്കൊരു പാട്ട് പാടാം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ് ഇത് പോരാ എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. അവർ തന്നെ പുതിയ വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിച്ചുള്ളൂ. അവരുടെ ജീവിതത്തിൽ അവർ നല്ല പാട്ടുകാരായിട്ട് ദൈവം അവരെ സഹായിച്ചു. അവരുടെ നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും അറിയാവുന്ന പാടാണെന്ന് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി അറിയിക്കുന്നു. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ് ഇത് പോരാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രിക്കുകയാണ്. Praise the Lord.
നാം ഇത് പോരാ, ആയുസ് ഇത് പോരാ. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററും കുഞ്ഞോസും മുന്നോട്ട് വന്നിട്ട്, പാസ്റ്റർ പ്രസാദും കുഞ്ഞോസും മുന്നോട്ട് വന്നിട്ട് അവരെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഗ്രീറ്റ് ചെയ്യാനോ ഒന്ന് വെൽക്കം ചെയ്യാനും അവർക്കൊരു നല്ലൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാനും ആഗ്രഹിക്കുന്നു. ഇങ്ങനൊരു ചടങ്ങായിട്ടല്ല, ഒരു നല്ല ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നല്ല രീതിയിൽ നമ്മൾ അവരെ സ്വീകരിക്കുവാണ്, അവരെ സ്വീകരിക്കുവാണ്. മാതൃത്വത്തിന് വേണ്ടി അവർ ചെയ്ത അധ്വാനവും അവർ ചെയ്തതും നിങ്ങളും പലരും അറിയാത്ത കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. സ്വന്തം അത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് എനിക്ക് ലഭിച്ച ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കിപ്പോൾ ഇത് വലിയ ആവശ്യമില്ല, ആവശ്യം എന്നല്ല. അപ്പോൾ ഞാൻ ഓർത്ത് ദേവദാസനും മിസ്സസിനും അതൊരു നല്ലൊരു കാര്യമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ക്യാമറ ഉണ്ടല്ലോ, ഇവിടെ ഫോട്ടോ എവിടെ എടുക്കുന്ന വീഡിയോ ആരാണ് എടുക്കുന്നത്, അവിടെ തന്നെ നമ്മോട്ട് നമുക്ക് ഇന്നത്തെ
അതിൻ്റെ കൂടെ ഈ സ്ഥലത്തെ പണിയുടെ കാര്യത്തിലും ദീർഘവർഷങ്ങളും വിശ്വസ്തരായിട്ട് ഇവിടെ പ്രവർത്തിക്കുവാനും ഇവിടെ മധ്യത്തിലും തെക്കേ ഡിസ്ട്രിക്റ്റിൻ്റെ നല്ല ഒരു പ്രവർത്തകനായിട്ടും സുവിശേഷകനായിട്ടും മാസ്റ്ററായിട്ടും ദേവദാസനായിട്ടും അനേകർക്ക് ഒരു നല്ല മുൻകൂട്ടും നല്ലൊരു മാതൃകയായിട്ടും ഈ വർഷങ്ങളൊക്കെ ദൈവം സഹായിച്ചു. ആ ഒരു നല്ല ഒരു റിമംബറൻസിന് വേണ്ടി ഒരു ഇപ്പോൾ ദേവദാസിനെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ കുഞ്ഞോടെ കാര്യം ചോദിക്കുമ്പോൾ കുഞ്ഞോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ പലർക്കും അറിയില്ല കുഞ്ഞോട് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ. അവരുടെ ആശയും അധ്വാനവും പ്രാർത്ഥനയും കണ്ണുനീരും രാവും പകലും സൗകര്യത്തിലും അസൗകര്യത്തിലും കുഞ്ഞുങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോഴും അല്ലാത്ത സമയത്തും ഒരു നല്ല മാതൃകയായിട്ട് രാഷ്ട്രീയ ഭാര്യയായിട്ട് മാത്രമല്ല ഒരു നല്ല ദേവദാസി നേർക്ക് കുഞ്ഞുങ്ങൾക്കും യൗവനക്കാർക്കും നല്ലൊരു മാതൃകയായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ശുശ്രൂഷയിൽ നയിക്കുന്നവർ രാഷ്ട്രീയ സഹായം മാത്രമല്ല നമുക്കിപ്പം കുടുംബത്തിൽ നല്ല സാക്ഷിയായിട്ട് ജീവിപ്പാൻ ദേവദാസി ഇടയാക്കിയതായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ബെനിഫിറ്റായിട്ടൊരു ഷോൾ തരുന്നു. തുടർന്ന് ഇവിടെ ഈ സഭാകളുടെയും മിഷൻ വീട്ടിൻ്റെയും പണി ചെയ്ത പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ പ്രസിഡന്റ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അതിപ്പോൾ പ്രസിഡന്റ് ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ തന്നെ പണി ചെയ്ത എല്ലാവർക്കും നമുക്ക് കൊടുക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രിയപ്പെട്ടവരുടെ പേര് ഞാൻ വിളിക്കുമ്പോൾ അവരെ മുന്നോട്ട് കടന്നു വന്ന് അവൻ പ്രസിഡന്റ് ഗിഫ്റ്റ് വാങ്ങുവാനുള്ള തോരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ആദ്യം അവൻ മേസരി രാജൻ വന്നിട്ടില്ല. ദൈവം സഹോദരന്മാർ മുന്നോട്ട് സഹോദരൻ അവരെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടായിരുന്നു. സമയം പോകും. അടുത്തായിട്ട് സുരേഷ്, സാജി, വിശ്വംഭരൻ, രാജേഷ്, ആദ്യമായിട്ട് രാജൻ ലസ് രാജൻ അടുത്താണ് സുരേഷ്. അടുത്താണ് സാനി. ഡിസംബർ അടുത്താണ് രാജേഷ്. സാജു,
അടുത്തതായിട്ട് വിജയകുമാർ. വിജയകുമാർ വിജയകുമാർ അത് പ്രവീൺ. അടുത്തതായിട്ട് സജീവ. അർജുനൻ. അടുത്തതായിട്ട് സൈജു. നമുക്ക് എല്ലാവർക്കും ദൈവസം എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, സമയത്തിന്റെ പരിധി കൊണ്ടാണ് പ്രാർത്ഥനമാർക്ക് ആശംസ പറയാൻ സമയം കൊടുക്കാൻ കഴിയാത്തത്. എങ്കിലും നമ്മുടെ കിഴക്കൻ ഡിസ്ട്രിക്റ്റിലെ കർത്താവ് ദാസന്മാർ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ആനക്കുടി സഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ രമേശ്, അതുപോലെ തന്നെ പുതുക്കുള സഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ സുനിൽ ടി, അതുപോലെ അരുവനത്ത സഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ സെൽവരാജ് അവറുകൾ, അതുപോലെ തന്നെ കന്നോമൂട് സഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ സോളമൻ അവറുകൾ, അതുപോലെ കർത്താവ് ദാസൻ നമ്മുടെ മരിയാപുരം സഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ ജോൺ അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ കരികുള സഭയിലെ കർത്താവ് ദാസൻ പാസ്റ്റർ ജോണി ജോസഫ് അവറുകൾ, അതുപോലെ പൂളിക്കുള സഭയിലെ കർത്താവ് ദാസൻ പാസ്റ്റർ ഷിബു അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം സഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവ് ദാസൻ പാസ്റ്റർ ബെന്നി പി ജോൺ അവറുകൾ, അവരെല്ലാവരും കടന്നു വരുവാനിടയായി അവരുടെ സഭയുടെ വിശ്വാസികളെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുമ്പോൾ തന്നെ എല്ലാ സഭകളുടെയും ആശംസകൾ ഈ സമയത്ത് ഈ രാഷ്ട്രസഭയെ നിങ്ങൾ അറിയിക്കുന്നു, സഭയെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് ബെന്നി പി ജോൺ മുൻപോട്ട് കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമയത്തേക്ക് ഞങ്ങൾ വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ പ്രസിഡന്റ് കടന്നു വന്ന കർത്താവേ, ഈ ആലയം ദൈവത്തിനെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുവാൻ അങ്ങനെ ദാസനെയും കുടുംബത്തെയും കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാർഷ് ജനറൽ സെക്രട്ടറി മറ്റ് എല്ലാ ദൈവദാസന്മാരെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഏറെ നാളത്തെ ദൈവമക്കളുടെ ദർശനവും കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഈ ആലയം ഇവിടെ പിടിപ്പുവാൻ ദൈവം സഹായിച്ചില്ല കർത്താവേ. തുടർന്ന് അനേക ആത്മാക്കളെ ദൈവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ ആലയത്തിന്മേ പവിത്രപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അടുത്ത വർഷം ഇതിന്റെ ഇരട്ടി കുടുംബങ്ങളായി കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടുവാനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ശബരിയ പട്ടണത്തിൽ വലിയൊരു ഉണർവ് നടന്നതുപോലെ ഈ ദേശത്ത് വലിയൊരു ഉണർവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും തലമുറകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ KK ഡിസ്ട്രിക്റ്റിലെ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സഭയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ, ഞങ്ങളുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന്റെ
ഡിസ്ട്രിക്ട് മാസ്റ്ററായിരിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട കർത്താവേ, ജോസ് പാഷ കുടുംബമായി കടന്നു വരുവാൻ സഹായിച്ചല്ലോ. അവരുടെ യോഗങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദേശത്തായിട്ട് ഞങ്ങളുടെ സരിസാദയെ കുടുംബത്തെ പറ്റി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് കുടുംബത്തെ സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള യാത്രകളെല്ലാം നിങ്ങൾ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവസഭയെ, ഈ ദേശത്തെ ദേശനിവാസികളെ, ഇതിന്റെ വിരുദ്ധ എല്ലാ കരങ്ങളെ, സാമ്പത്തികമായ എല്ലാ നന്മകളെ പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സമയം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവാൻ പ്രിയ ദൈവത്തിന്റെ അനുഗ്രഹവും ആശീർവാദവും നമ്മളോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സദസ്സുകളോടും പ്രത്യേകിച്ച് പടന്നാൽമോട് ഈ പുതിയ സഭയോടും ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഓർത്ത് എന്നും ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ജയത്തിന് കർത്താവിന് സ്തോത്രം. യേശുവേ